عليكم ورحمة الله. الحمد لله الذي علم الأنام الإيمان والإسلام وما يحتاجون إليه من الأحكام، والصلاة والسلام على سيدنا محمد خير الأنام وعلى آله وصحابه الأعلام. أما بعد. മൂന്നാം ക്ലാസ്സിലെ ദുറൂസിലെ രണ്ടാമത്തെ പാർട്ട്, അതിലൊന്നാമത്തെ പാഠം അഅ്ലമുൽ മുഅ്ജിസാത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഉത്ബ ശ്രവിക്കാനിടയായി. വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് നിങ്ങൾ പറയുന്നത് പോലെ കവിതയോ മാരണമോ ജ്യോത്സ്യമോ ഒന്നുമല്ല. തീർച്ചയായും ഇതിന് മഹത്തായ ഒരു വശീകരണ ശക്തിയുണ്ട്. അദ്ദേഹം മക്കക്കാരോട് പറഞ്ഞു. അടുത്തത്, ഇസ്ലാമിനെ എതിർത്തിരുന്ന ഉത്ബക്ക് ഖുർആനിൻ്റെ മഹത്വം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യ മികവിന് മുമ്പിൽ അറേബ്യൻ സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവൻ മുട്ടുമടക്കി. ഉത്ബ ഇങ്ങനെയൊക്കെയാണെങ്കിലും അയാൾ എന്തായില്ല, മുസ്ലിം ആയില്ല. ഇതൊക്കെ സമ്മതിച്ചിക്കണ്, പക്ഷെ ഈമാൻ കൈ കൊണ്ടുള്ള അയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും ഖുർആനിൻ്റെ മഹത്വവും മനസ്സിലായിട്ടും അഹങ്കാരം മൂലം അവർ സത്യദീനിൽ പ്രവേശിച്ചില്ല. ഈ സന്ദർഭത്തിൽ ഖുർആൻ അവരെ വെല്ലുവിളിച്ചു. എന്താ വെല്ലുവിളിച്ചത്? ഇതുപോലൊരു ഖുർആൻ കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ചാൽ പോലും കഴിയില്ല. അവർ പരസ്പരം സഹായികളായാലും നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അല്ലാഹുവല്ലാത്ത നിങ്ങളുടെ സഹായികളെയും വിളിച്ചോളൂ. ഇതൊരായത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ വെല്ലുവിളി ഇന്നും ഉണ്ട്. ഖുർആനിലെ ഒരായത്ത് പോലത്തെ ഒരായത്ത് കയ്യെങ്കിൽ സൂറത്ത് കയ്യുടെങ്കിൽ ഒരായത്ത് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഈ വെല്ലുവിളി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പിൽക്കാലത്തും ആർക്കും സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഇന്നും നിലനിൽക്കുന്നു.
വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തോടെ മറ്റു വേദഗ്രന്ഥങ്ങളെല്ലാം പ്രാബല്യത്തിൽ ഇല്ലാതായി. അള്ളാഹുവിൻ്റെ കലാമാണെങ്കിലും അത് പ്രവർത്തിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യ കൈകടത്തലുകൾക്ക് വിധേയമായി അതിലൊക്കെ ആളുകൾ പലതും തിരുമറി നടത്തി. അതുകൊണ്ട് സാധാരണക്കാരന് ഏതാണ് അള്ളാഹുവിൻ്റെ വചനം, ഏതാണ് മനുഷ്യന്മാർ കയറ്റിക്കൂട്ടിയതെന്ന് അറിയാൻ കഴിയില്ല. പ്രസ്തുത ഗ്രന്ഥങ്ങൾ വായിക്കാനും അതനുസരിച്ചു കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാണ്ട് നിലനിൽക്കും. അതൊരു ചോദ്യത്തിൻ്റെ മറുപടിയാണ്. മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ മനുഷ്യന്മാർ കൈകടത്തി പലതും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ അങ്ങനെ മാറ്റിക്കൂടെ? പറ്റില്ല. ഖുർആൻ അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു തരാം. മറ്റുള്ള ഗ്രന്ഥങ്ങളെപ്പറ്റി അള്ളാഹു നമ്മൾ കാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ അങ്ങനെയല്ല. മനസ്സിലായോ? ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റവുമില്ലാണ്ട് നിലനിൽക്കും. ഖുർആൻ പാരായണത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഓതുക, തീർച്ചയായും പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ അത് ശിപാർശ ചെയ്യും. അപേക്ഷ കൊടുക്കും, രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടും അല്ലാഹുവിനോട്. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നിങ്ങളിൽ ഉത്തമർ. ആരാ ഉത്തമര്? നിങ്ങൾ സത്യവിശ്വാസി. സത്യവിശ്വാസികളുടെ ഏറ്റവും ഉത്തമരാരാ? ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും. ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ പരിപാലനമില്ലാത്ത വീട് പോലെയാണ്. തിരിഞ്ഞു നോക്കാത്ത പെരല്ലേ, മാറാല പിടിച്ച് അട്ടപ്പാവ് വെട്ടിക്കിടക്കണേ. അതുപോലെ ഇക്കാര്യം ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവർ. ഖുർആൻ മനസ്സിൽ വേണം കേട്ടോ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു ഹദീസും ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ. അല്ലാഹുവേ, നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഇവിടെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത് എങ്ങനെ നമ്മൾ നോക്കുക? ആദ്യം വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ വിരൽ വെച്ച് വായിക്കണേ. എനിക്ക് മൊബൈലിൽ അങ്ങനെ വിരലെക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ വിരൽ വെക്കണം. ഞാൻ വായിക്കുമ്പോൾ ഓരോ പദം വായിക്കുമ്പോഴും വിരൽ വായിച്ച് മനസ്സിലാക്കുക. മുഅ്ജിസത്ത്. എന്താണ് ഈ മുഅ്ജിസത്ത് പറഞ്ഞാൽ? നബിമാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യം. എന്താ ഈ തഅല്ലമ എന്ന് അറബി പറഞ്ഞാൽ എന്താ? തഅല്ലമ പറഞ്ഞാൽ പഠിച്ചു. അല്ലമ എന്ന് പറഞ്ഞാലോ പഠിപ്പിച്ചു. ഷഫീഉ എന്ന് പറഞ്ഞാലോ ശിപാർശകൻ. തല എന്ന് പറഞ്ഞാലോ പാരായണം ചെയ്തു. ഇത് ഈ പാരായണം പറഞ്ഞാൽ വായന, ഓതി എന്നൊക്കെ. പിന്നെ സാമ്രാട്ട് പറഞ്ഞാലോ രാജാവ്. അമൽ എന്ന് പറഞ്ഞാലോ കർമ്മം, പ്രവർത്തനം. ആമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമ്മളെപ്പോഴും ആമീൻ ആമീൻ പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ ആമീൻ നല്ല ആമീൻ എന്നാട്ടോ. ആമീൻ നല്ല
ആമീൻ. ആമീൻ ചുണ്ടു കൂട്ടാൻ പാടില്ല, നൂനാണ്. ആമീൻ. പിന്നെ നമ്മൾ ഉത്തരം പറയാനാ, ഉത്തരം പറയാം. 5 കുറേ ചോദ്യം നമുക്ക് തുറക്കാം. ഉത്തരം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? അൽ ഖുർആൻ. ഖുർആൻ ആർക്കാണ് 2 ഖുർആൻ ആർക്കാണ് ശുപാർശ ചെയ്യുക? ഖുർആൻ ഓതുന്നവർക്ക്. 3 മുസ്ലിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. 4 ഖുർആൻ തീരെ മനപ്പാഠമില്ലാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനോടാണ് ഉപമിച്ചത്? പരിപാലനം ഇല്ലാത്ത വീടിനോട്. പിന്നെ 5 എതിർത്തവരെ ഖുർആൻ എങ്ങനെയാണ് വെല്ലുവിളിച്ചത്? നാം നമ്മുടെ അടിമക്ക് അവതരിപ്പിച്ചതിൽ സംശയമുണ്ടെങ്കിൽ അതിന് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുവരൂ. അതാണ് വെല്ലുവിളി. നുബയ്യിനു സിയാഖയാണ്. ഈ ശേഷമുള്ള സംഭവം എപ്പോഴാണ് ഉണ്ടായി? ശേഷം പറയാൻ പോണ വാക്ക്, ഈ വാക്ക് എപ്പോഴാണ് ഉണ്ടായി? എന്തുകൊണ്ട്? 1 ഇതിന് വരലക്കണ്ട, ഇതിന് വലിയ വശീകരണ ശക്തിയുണ്ട്. ഈ വാക്ക് എപ്പോഴുണ്ടായി? അതാണ് എഴുതിക്കണ്. സാഹിത്യകാരനായ ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ശ്രവിക്കാനിടയായി. അപ്പോൾ മക്കക്കാരോട് പറഞ്ഞതാണിത്. പിന്നെ ഇനി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാ. എന്താ പൂരിപ്പിക്കുക? ഖുർആനിൻ്റെ മുന്നിൽ അറേബ്യൻ ദാസ് സാമ്രാട്ടുക്കൾ മുട്ടുമടക്കി. സാഹിത്യ അവിടെ. 2 ഖുർആനിന് തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ദാഷ് പോലും കഴിയില്ല, ഒരുമിച്ചാൽ പോലും കഴിയില്ല. 3 ഖുർആൻ അവതരണത്തോടെ മറ്റു ദാഷ് പ്രാബല്യത്തിൽ ഇല്ലാതെയായി, മറ്റു വേദഗ്രന്ഥങ്ങൾ. 4 ഖുർആൻ ദാഷ് നാള് വരെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കും. ദാഷ് എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ. 5 ഖുർആൻ ദാഷിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. പാരായണത്തിൽ ഇങ്ങനെ ഞാൻ എഴുതി, പുസ്തകത്തിലുണ്ട്, നിങ്ങൾ എഴുതണമെന്നില്ല കേട്ടോ. പാരായണത്തിൽ എഴുതിയാൽ മതി. ഇനിയോ അടിച്ചു പൊളിച്ച് എഴുതണം. ഒരു കുറിപ്പ് റെഡിയാക്കാനാ. എന്താ വിഷയം? അഅ്ലമുൽ മുഅ്ജിസാത്ത് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ലഭിച്ച മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയതാണ് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കണം മക്കളെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വായിച്ചു നോക്കാം നമുക്ക് കേട്ടോ. എല്ലാം ചോദിച്ചോളിട്ടോ. കുറിപ്പാണ്. നമ്മുടെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
ധാരാളം മുഅ്ജിസത്തുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അവിടുത്തേക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. മുൻകാല പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ ആ കാലഘട്ടത്തിൽ മാത്രമായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അത്ഭുത ഗ്രന്ഥമാണ്. പിന്നെ ഖുർആൻ പോലെ ഒരു ചെറിയ സൂറത്തെങ്കിലും ഉണ്ടാക്കി കാണിക്കാൻ അല്ലാഹു തആല ലോകരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. ഖുർആൻ ഒരു അക്ഷരം പോലും മാറ്റം വരാതെ അല്ലാഹു തആല തന്നെ അതിനെ സംരക്ഷിക്കുന്നു. അന്ത്യനാൾ വരെ മനുഷ്യർക്ക് വഴികാട്ടിയായി നിൽക്കുന്ന ഖുർആൻ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. അർഹമുർ റഹീമീനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, നീ തന്ന തൗഫീഖ് കൊണ്ട് നിന്റെ ഇൽമുമായി ഞങ്ങൾ അല്പസമയം ബന്ധപ്പെട്ടു നീ സ്വീകരിക്കണേ അല്ലാഹ്. മിസ്ൽ സവാബിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും മുഴുവൻ മഹത്തുക്കളിലേക്കും നീ എത്തിക്കണേ അല്ലാഹ്. അവരെ ദർജ ഉയർത്തണേ അല്ലാഹ്. അവരെ ഹഖാൽ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും നീ കാക്കണേ അല്ലാഹ്. മിസ്ൽ സവാബിന് മൺമറഞ്ഞു പോയ ഉമ്മമാര്, ഉപ്പമാര്, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, കൂട്ടുകാർ, അയൽവാസികൾ, നാട്ടുകാരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ഖബർ കണ്ണെത്താ ദൂരം വിശാലാക്കണേ അല്ലാഹ്. സ്വർഗമാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും നല്ലവരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ ഇഷ്ടപ്പെടുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തിലുള്ള കൂട്ടുകാർക്കുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ, ഉപ്പ, ഉസ്താദുമാർ, കൂട്ടുകാർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാഹ്. ഖൈറായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുചാരത്ത് ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات برحمتك يا أرحم الراحمين.